എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ജാതിക്കത്തൊണ്ട് കൊണ്ടൊരു ചമ്മന്തിയാണ്. ജാതിക്കത്തൊണ്ടും ഒപ്പം തേങ്ങയും കരിവേപ്പിലയും ചേർത്ത് ചമ്മന്തി അരച്ച് ഒരാഴ്ചയൊക്കെ പതിവായിട്ട് കൂട്ടിയാൽ പ്രഷർ കൊളസ്ട്രോളൊക്കെ കുറയുമെന്ന് പറയുന്നു. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ അത്യാവശ്യം എരിവിനുള്ള മുളകും സ്വാദിനും ഉള്ള ഉള്ളിയൊക്കെ ചേർത്ത് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അപ്പം ജാതിക്ക ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. തേങ്ങ, കറിവേപ്പില, 2 ജാതിക്കത്തണ്ട്, പിന്നെ ഉള്ളി, കാന്താരിമുളക്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ഇത് അരച്ചെടുക്കാം. ജാതിക്കത്തൊണ്ട് ചെറിയ കഷണങ്ങളാക്കി മിക്സിയുടെ ചെറിയ ജാറിലിട്ടു. ഇതിൻ്റെ കൂടെ ഉള്ളിയും മുളകും കൂടെ ചേർത്ത് നമുക്ക് അരയ്ക്കാം. ഉപ്പ് പൊടിയും ചേർക്കാം. എന്നിട്ട് കരിവേപ്പിലയും തേങ്ങയും രണ്ടാമത് ചേർക്കാം. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടു. പിന്നെ ഞാനൊരു പൊടിക്ക് ഇഞ്ചി ഇട്ടു. തേങ്ങ ചേർത്തു. തേങ്ങ നിങ്ങൾക്ക് ജാതിക്കത്തൊണ്ടിൻ്റെ ടേസ്റ്റ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ തേങ്ങ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാനിത് ഒപ്പോ ചേർത്തിട്ടുള്ളൂ, കാരണം എനിക്ക് ജാതിക്കത്തൊണ്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. ജാതിക്കത്തൊണ്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കും തേങ്ങ വേണേൽ കൂടുതൽ അരയ്ക്കാം. പിന്നെ കരിവേപ്പില ഇച്ചിരി നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കിയ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ജാതിക്ക തൊണ്ടിൻ്റെ പുളിയും ഗ്യാസും ഒക്കെ ഒത്തിരി ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് ചെറുത് കഷ്ണമാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ട് ഇച്ചിരി ഉപ്പിട്ട് തിളപ്പിച്ച് ഊറ്റിയിട്ട് ആ മൺചട്ടിക്കകത്ത് അല്ല ചട്ടിക്കകത്ത് തന്നെ ചിലപ്പോൾ അതിൻ്റെ വെള്ളം വലിഞ്ഞ് കഴിയുമ്പം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതിന് ഇച്ചിരി പുളിയും ഗ്യാസും ഒക്കെ കുറഞ്ഞിരിക്കും. അപ്പം കണ്ടോ, ജാതിക്കത്തൊണ്ട് ചമ്മന്തി റെഡിയായി. ഇനി നമുക്ക് ഇതും കൂട്ടി ചോറണം. പിന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാത്തവർ ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ വേറൊരു ആരോഗ്യപ്രദമായ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.